ദൃശ്യഭംഗിയാൽ അതിമനോഹരമായ നമ്മുടെ പത്തനംതിട്ട ഈ ജില്ലയിൽ ജനിച്ച പ്രതിഭാധനരായ സിനിമാ സംവിധായകരെയും നടന്മാരെയും കുറിച്ചുള്ള ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവാർഡ് നേടിയ തകർപ്പൻ പ്രകടനങ്ങൾ മുതൽ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ വരെ നൽകിയ പത്തനംതിട്ടയുടെ ഈ സ്വന്തം കലാകാരന്മാർ അസാധാരണമായ കഴിവുകളും അഭിനയ ചാരുതയും കൊണ്ട് മലയാള ചലച്ചിത്ര മേഖലയിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ ഏറ്റവും ജനപ്രിയരായ ചില നടന്മാരെ നമുക്ക് പരിചയപ്പെടാം. അടുത്ത വീഡിയോയിൽ പത്തനംതിട്ടയുടെ സ്വന്തം നടിമാരെ കുറിച്ചുള്ള ഒരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. മലയാള ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു കുളക്കാട്ടിൽ ഗീവർഗീസ് ജോർജ് എന്ന കെ.ജി. ജോർജ്. സാമുവലിന്റെയും അന്നമ്മയുടെയും മൂത്ത മകനായി 1946 മെയ് 24 തിരുവല്ലയിൽ ജനിച്ചു. മലയാളം സിനി ടെക്നീഷ്യൻസ് അസോസിയേഷന്റെ സ്ഥാപകനും ചെയർമാനുമായിരുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ പദവിയും വഹിച്ചിട്ടുണ്ട്. 1975 പുറത്തിറങ്ങിയ സ്വപ്നദാനം എന്ന ചിത്രത്തിലൂടെയാണ് ജോർജ് ചലച്ചിത്രരംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള മലയാള ചലച്ചിത്രരംഗത്തെ മറ്റൊരു അഭിനേതാവാണ് കൈലാഷ് എന്നറിയപ്പെടുന്ന സിബി വർഗീസ്. 50ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ലാൽ ജോസിന്റെ റീമേക്ക് ചിത്രമായ നീലത്താമരയിൽ നായകനായി അഭിനയിച്ച അദ്ദേഹം ടി.വി. ചന്ദ്രന്റെ ത്രയമായ ഭൂമിയുടെ അവകാശങ്ങൾ എന്ന ത്രയത്തിന്റെ അവസാന ഭാഗത്തിൽ അഭിനയിച്ചു. പാർത്ഥൻ കണ്ട പരലോകം എന്ന ചിത്രത്തിൽ സഹനനായി അഭിനയിച്ചു. ഷിക്കാർ, ദി ഹണ്ട്, ബാങ്കിംഗ് അവേഴ്സ് 10 മുതൽ 4 വരെ, രാവിലെ 10:30 മണി, ലോക്കൽ കോൾ, താങ്ക് യു എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവും നടനും തിരക്കഥാകൃത്തും ഗാനരചയിതാവുമാണ് സിദ്ധാർത്ഥ ശിവ. പത്തനംതിട്ട ജില്ലയിലെ കവിയൂരാണ് സ്വദേശം. സംവിധായകൻ കവിയൂർ ശിവപ്രസാദിന്റെ മകനാണ്. മലയാള ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും മലയാള സർവകലാശാലയുടെയും SJCCയുടെയും വിസിറ്റിംഗ് ഫാക്കൽറ്റിയുമാണ് കവിയൂർ ശിവപ്രസാദ്. നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ ശിവയുടെ പിതാവാണ് അദ്ദേഹം. 1941 സെപ്റ്റംബർ 28 തിരുവല്ലയിൽ കോന്നി കുടുകില്ലത്ത് വീട്ടിൽ ഗോവിന്ദപ്പണിക്കരുടെയും P.K. ഭവാനി അമ്മയുടെയും മകനായി സോമശേഖരൻ നായർ എന്ന M.G. സോമൻ ജനിച്ചത്. 1970കളുടെ അവസാനത്തിലും 1980കളുടെ തുടക്കത്തിലും മലയാള സിനിമയിൽ നായക വേഷങ്ങൾ ചെയ്ത മുൻനിര അഭിനേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അവൾ ഒരു തോടർ കഥൈ, നാളെ നമധേ, കുമാരവിജയം, എയർപോർട്ട് എന്നീ തമിഴ് ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ നാടക ട്രൂപ്പായ ജയശ്രീയിൽ ചേർന്ന സോമൻ പിന്നീട് സിനിമയിലേക്ക് ചേക്കേറി. കേരള ആർട്സ് തിയേറ്റേഴ്സ്, KPSC എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു. കേരള ആർട്സ് തിയേറ്റേഴ്സിന്റെ രാമരാജ്യം അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള വഴി തുറന്നുകൊടുത്തു. 1973 P.N. മേനോൻ സംവിധാനം ചെയ്ത ഗായത്രിയായിരുന്നു ആദ്യ ചിത്രം. മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു നടനും നിർമ്മാതാവുമാണ് അജു വർഗീസ്. കോളേജ് സഹപാഠി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ചു. 130ലധികം മലയാള സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. നടൻ ധ്യാൻ ശ്രീനിവാസൻ, നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യം എന്നിവരോടൊപ്പം ഫണ്ടാസ്റ്റിക് ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയുടെ ഉടമയാണ് അദ്ദേഹം. അജു കുര്യൻ വർഗീസ് P.K.യുടെയും സെലിൻ സൂസന്റെയും മകനായി പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ ജനിച്ചു. K.G. ഡാനിയലിന്റെയും അന്നമ്മയുടെയും 7 മക്കളിൽ മൂന്നാമനായി ഓമല്ലൂരിലാണ് ക്യാപ്റ്റൻ രാജു ജനിച്ചത്. എലിസബത്ത്, സജി, സോഫി, സുധ എന്നീ 4 സഹോദരിമാരും ജോർജ്, മോഹൻ എന്നീ 2 സഹോദരന്മാരും അദ്ദേഹത്തിനുണ്ട്. മാതാപിതാക്കൾ 2 പേരും ഓമല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരായിരുന്നു. 21 വയസ്സിൽ ഇന്ത്യൻ ആർമിയിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻഡ് ഓഫീസറായി ചേർന്ന രാജു ആർട്ടിലറി റെജിമെന്റിലേക്ക് നിയോഗിക്കപ്പെടുകയും ക്യാപ്റ്റൻ പദവിയിലേക്ക് ഉയരുകയും ചെയ്തു. അങ്ങനെ ക്യാപ്റ്റൻ രാജു ആയി. 5 വർഷം ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ശേഷം സിനിമയിൽ അഭിനയിക്കാൻ ജോലി ഉപേക്ഷിച്ചു.
മുംബൈയിലെ ഗ്ലൂക്കോസ് ആൻഡ് സ്റ്റാർച്ച് നിർമ്മാണ കമ്പനിയായ ലക്ഷ്മി സ്റ്റാർച്ചിൽ മാർക്കറ്റിംഗ് ചീഫ് ആയി ജോലി ചെയ്യുമ്പോൾ മുംബൈയിലെ പ്രതിഭാ തിയേറ്ററുകൾ പോലുള്ള അമേച്വർ നാടക ട്രൂപ്പുകളിൽ അഭിനയിക്കാൻ തുടങ്ങി. 1997 ഈത്ത ഒരു സ്നേഹഗാഥ എന്ന മലയാള ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. 1980 താരിഖിനൊപ്പം റിലീസ് ചെയ്യാത്ത ഹിന്ദി ചിത്രത്തിലാണ് ക്യാപ്റ്റൻ രാജു ആദ്യമായി അഭിനയിച്ചത്. 1981 പുറത്തിറങ്ങിയ രക്തം എന്ന ചിത്രത്തിലൂടെയാണ് രാജു മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. മുന്നൂറിലധികം സിനിമകളിൽ വില്ലൻ ക്യാരക്ടർ റോളുകൾ ചെയ്ത് പ്രശസ്തനായ പ്രതാപചന്ദ്രൻ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിൽ ജനിച്ചു. ആദ്യ വർഷങ്ങളിൽ കാര്യമായ ചലച്ചിത്ര വേഷങ്ങൾ ലഭിച്ചില്ലെങ്കിലും റേഡിയോ നാടകങ്ങളിൽ ശബ്ദം നൽകുകയും മദ്രാസ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. വിയർപ്പിന്റെ വില എന്ന ചിത്രത്തിൽ ആദ്യമായി അഭിനയിച്ചു. മാനവധർമ്മം, പ്രകടനം, കൊടത്തി, ഇവിടെ ഇങ്ങനെ, കാട്ടുതീ എന്നിവയുൾപ്പെടെ ഏതാനും മലയാള സിനിമകൾ പ്രതാപചന്ദ്രൻ നിർമ്മിച്ചു. ഭാസ്കരൻ നായർ എന്ന അടൂർ ഭാസി 1929 മാർച്ച് 1 അടൂരിലെ പെരിങ്ങനാട്ടിലാണ് ജനിച്ചത്. പിതാവ് ഇ വി കൃഷ്ണപിള്ള പ്രശസ്ത മലയാള ഹാസ്യ നാടക ചെറുകഥാകൃത്തുമായിരുന്നു. മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലിസ്റ്റുകളിൽ ഒരാളായിരുന്ന സി വി രാമൻപിള്ളയുടെ ഇളയ മകളായിരുന്നു അമ്മ മഹേശ്വരിയമ്മ. 1950, 60, 70, 80 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഹാസ്യവേഷങ്ങൾ വ്യാപകമായി പ്രശംസിക്കപ്പെട്ടു. നായക റോളുകളും ക്യാരക്ടർ റോളുകളും ഭാസി ചെയ്തിട്ടുണ്ട്. 1970കളുടെ അവസാനത്തിൽ 3 മലയാള സിനിമകൾ സംവിധാനം ചെയ്തു. ഇംഗ്ലീഷിൽ പ്രസംഗങ്ങൾ നടത്തുന്നതിലും അടൂർ ഭാസി പ്രശസ്തനാണ്. 2 പ്രാവശ്യം മികച്ച നടനും 1 പ്രാവശ്യം മികച്ച രണ്ടാമത്തെ നടനുമുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. PRS പിള്ള സംവിധാനം ചെയ്ത തിരമല എന്ന ചിത്രത്തിലൂടെയാണ് ഭാസിക്ക് ആദ്യമായി മലയാളത്തിൽ അവസരം ലഭിക്കുന്നത്. ചന്ദ്രതാരയുടെ മുടിയനായ പുത്രൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശ്രദ്ധേയമായ ചിത്രം. തിരുവല്ലയിലെ വള്ളംകുളത്താണ് രാജീവ് ഗോവിന്ദപിള്ളയുടെ ജനനം. യഥാർത്ഥത്തിൽ ദന്തരോഗദഗ്ധനായ രാജീവ് പിള്ള ലണ്ടനിൽ ബിരുദാനന്തര ബിരുദം ചെയ്യുന്നതിനിടെ ഫാഷൻ രംഗത്തേക്ക് തിരിഞ്ഞു. ദന്തചികിത്സ ഉപേക്ഷിച്ച ശേഷം ഫാഷനിൽ ഒരു കരിയർ പിന്തുടരാൻ അദ്ദേഹം മുംബൈയിലേക്ക് വണ്ടി കയറി. ലോകത്തിൻ്റെ ഫാഷൻ തലസ്ഥാനമായ പാരീസിൽ ജോലി ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള ഏക മോഡലായി അദ്ദേഹം ഇപ്പോഴും തുടരുന്നു. 2011 ലിജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിറ്റി ഓഫ് ഗോഡ് എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്രരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. 200-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ച ഒരു മലയാള ചലച്ചിത്ര നാടക നടൻ ആയിരുന്നു പാലപ്പുറത്ത് കേശവൻ സുരേന്ദ്രനാഥ് തിലകൻ എന്ന തിലകൻ. പാലപ്പുറത്ത് TS കേശവന്റെയും ദേവയാനിയുടെയും 6 മക്കളിൽ രണ്ടാമനായിരുന്നു തിലകൻ. പത്തനംതിട്ട ജില്ലയിലെ ഐരൂർ പഞ്ചായത്തിലെ പ്ലാങ്കമൺ എന്ന സ്ഥലത്താണ് തിലകൻ ജനിച്ചത്. 1956 കോളേജ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച ശേഷമാണ് തിലകൻ തൻ്റെ മുഴുവൻ സമയ അഭിനയ ജീവിതം ആരംഭിച്ചത്. ഈ കാലയളവിൽ അദ്ദേഹവും നിരവധി സുഹൃത്തുക്കളും ചേർന്ന് മുണ്ടക്കേം നാടക സമിതി എന്ന പേരിൽ ഒരു നാടക ട്രൂപ്പ് രൂപീകരിച്ചു. PJ ആന്റണി സംവിധാനം ചെയ്ത പെരിയാർ എന്ന ചിത്രത്തിലൂടെയാണ് തിലകൻ ചലച്ചിത്രരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. മലയാള ചലച്ചിത്രരംഗത്ത് പ്രവർത്തിക്കുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള മറ്റൊരു ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും വിതരണക്കാരനും എക്സിബിറ്ററുമാണ് ഉണ്ണികൃഷ്ണൻ B. 1999 TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത ജലമർമരം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ തൻ്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നത്. 1963 സെപ്റ്റംബർ 3 പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ബ്ലെസി തോമസ് ജനിച്ചത്. ബെന്നി തോമസിൻ്റെയും അമ്മിണി തോമസിൻ്റെയും 6 മക്കളിൽ ഇളയവനായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. മാർത്തോമ സ്കൂൾ, SCS ഹൈസ്കൂൾ, തിരുവല്ല മാർത്തോമ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. പത്മരാജൻ, ലോഹിതദാസ്, ജയരാജ് തുടങ്ങിയ സംവിധായകർക്കൊപ്പം സഹസംവിധായകനായാണ് ബ്ലെസി തൻ്റെ കരിയർ ആരംഭിച്ചത്. 2004 കാഴ്ച എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചു സ്വതന്ത്ര സംവിധായകൻ ആയി.
മലയാള സിനിമാ നടൻ എന്നതിൽ ഉപരിയൊരു ഇന്ത്യൻ നടൻ, നിർമ്മാതാവ്, വിതരണക്കാരൻ, അവതാരകൻ, പിന്നണി ഗായകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് മോഹൻലാൽ വിശ്വനാഥൻ. 1960 മെയ് 21 പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ് മോഹൻലാൽ വിശ്വനാഥൻ ജനിച്ചത്. 1978 പുറത്തിറങ്ങിയ തിരനോട്ടം എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ചതെങ്കിലും സെൻസർഷിപ്പ് പ്രശ്നങ്ങൾ കാരണം 25 വർഷത്തോളം റിലീസ് വൈകുകയായിരുന്നു. 1980 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഒരു മലയാള ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവുമാണ് അടൂർ ഗോപാലകൃഷ്ണൻ. 1941 ജൂലൈ 3 അടൂരിനടുത്തുള്ള പള്ളിക്കൽ എന്ന ഗ്രാമത്തിലാണ് ഗോപാലകൃഷ്ണൻ ജനിച്ചത്. 1970കളിൽ മലയാള സിനിമയിൽ പുതിയ തരംഗത്തിന് തുടക്കമിട്ട ഗോപാലകൃഷ്ണൻ തന്റെ ആദ്യ ഫീച്ചർ ചിത്രമായ സ്വയംവരം 1972 പുറത്തിറക്കി. 5 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ ഗോപാലകൃഷ്ണൻ ഇതുവരെ 12 ഫീച്ചർ ഫിലിമുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ.